നമുക്ക് മൊബൈലിൽ ഒരു മീനിനെ വളർത്തിയാലോ? മനോഹരമായിട്ടുള്ള നല്ലൊരു മീനിനെ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ലൈവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിനെ ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതുപോലുള്ള ലൈവ് വാൾപേപ്പറുകൾ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരില്ലേ എന്ന്. ഒരുപാട് നാൾ ഞാൻ ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുന്നില്ല. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഓൺ ആക്കുമ്പോൾ മാത്രമാണല്ലോ ഇത് വർക്കാകുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. മൊബൈലിൻ്റെ ഡിസ്പ്ലേ സ്റ്റൈലിഷ് ആക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ലൈവ് വാൾപേപ്പർ എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു മീനിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ മീനിനെ ടച്ച് ചെയ്യാനും അതിൻ്റെ ദിശകളൊക്കെ ഇതുപോലെ മാറ്റിവിടാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി അതിൻ്റെ പ്രീവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രീവ്യൂ എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഈ മീനിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, അതിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ടച്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ സാധിക്കും കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ തന്നെ നമുക്ക് ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കളറ്, അതിൻ്റെ ഡിസൈന് ഒക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതൊക്കെ പ്രീമിയം വേർഷൻ പർച്ചേസ് ചെയ്തവർക്ക് മാത്രമാണ് അതിൻ്റെ ഓപ്ഷൻ എനബിൾ ചെയ്യാൻ സാധിക്കുക. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫ്രീ വേർഷൻ തന്നെ നമുക്ക് ആജീവനാന്ത കാലത്തോളം ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ പ്രീവ്യൂ ആണല്ലോ ഓപ്പൺ ചെയ്തത്, അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ പ്രീവ്യൂ എനബിൾ ആണ്, അത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റ് വാൾപേപ്പേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഹോം സ്ക്രീൻ, അതുപോലെ തന്നെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഹോം സ്ക്രീൻ തിരഞ്ഞെടുത്തു. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മീൻ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇത് ഡിസ്പ്ലേ ഓപ്പൺ ആയാൽ മാത്രമാണ് വർക്കാകുക. അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു എന്ന പരാതി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല. നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിന് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ലൈവ് വാൾപേപ്പർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ടുള്ള ലൈവ് വാൾപേപ്പറുമായിട്ടുള്ള വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.